ബാലരാമപുരം പഞ്ചായത്ത് നിലവിൽ വന്നതു മുതൽ പഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷവും കോൺഗ്രസുമാണ്. കുറേ വർഷവും ഭരിച്ചത് ഇടതുമുന്നണിയാണ്. സ്പെഷ്യൽ ഗ്രേഡ് പഞ്ചായത്തായ ബാലരാമപുരത്തിന് അതിൻ്റെ വരുമാനത്തിനനുസരിച്ചുള്ള ഒരു വികസന പ്രവർത്തനം നടത്തുവാൻ ഇന്നേ വരെ ഈ പഞ്ചായത്ത് ഭരിച്ച ഒരു മുന്നണിക്കും സാധിച്ചിട്ടില്ല. ഒരു പട്ടണത്തിൻ്റെ പ്രൗഢിയും ഗ്രാമത്തിൻ്റെ വിശുദ്ധിയുമുള്ള ബാലരാമപുരത്തിൻ്റെ എല്ലാ ഗ്രാമീണ റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. ഓടകളെല്ലാം പൊട്ടി ഒഴുകുകയാണ്. തെരുവ് വിളക്കുകൾ കത്തുന്നില്ല. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നടപടിയും സ്വീകരിക്കുവാൻ ഈ പഞ്ചായത്ത് ഭരിച്ച ഒരു കക്ഷിക്കും സാധിച്ചിട്ടില്ല. കഴിഞ്ഞ 5 വർഷത്തെ ഭരണമെന്ന് പറയുന്നത് വളരെ നിരാശാജനകമാണ്. ബാലരാമപുരം ജംഗ്ഷനിൽ പോലും മാലിന്യ കൂമ്പാരങ്ങളായി മാറിയിരിക്കുകയാണ്. പല ഭാഗത്തും മൂക്ക് പൊത്താൻ നമുക്ക് നടക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. എടുത്തു പറയത്തക്ക ഒരു വികസന പ്രവർത്തനവും നടത്തുവാൻ കഴിഞ്ഞ 5 വർഷക്കാലം ബാലരാമപുരം പഞ്ചായത്ത് ഭരിച്ച ഈ മുന്നണികൾക്ക് സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ബാലരാമപുരം അറിയപ്പെടുന്നത് തന്നെ കൈത്തറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ബാലരാമപുരം കൈത്തറി എന്ന് പറയുന്നത് ലോക പ്രശസ്തമാണ്. ആ കൈത്തറിയുമായി ബന്ധപ്പെട്ട് ആ കൈത്തറിയുടെ പുനരുദ്ധാരണത്തിന് ഒരു നടപടിയും സ്വീകരിക്കാത്ത ഭരണമുന്നണികളാണ് ബാലരാമപുരം പഞ്ചായത്ത് ഇത്രയും കാലം ഭരിച്ചത്. ഇന്ന് ആ കൈത്തറിയുമായി ബന്ധപ്പെട്ട് ആ ജോലിയിൽ ഏർപ്പെട്ട ആൾക്കാർ ഇന്ന് വളരെ ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലുമാണ്. കൈത്തറിയുടെ പുനരുദ്ധാരണമാണ് BJP ആദ്യം ലക്ഷ്യം വയ്ക്കുന്നത്. വിഴിഞ്ഞം തുറമുഖം 2035 പൂർണ്ണമായി കമ്മീഷൻ ചെയ്യുമ്പോൾ വിഴിഞ്ഞത്തിൻ്റെ കവാടമായി മാറാൻ പോകുന്നത് ബാലരാമപുരം പഞ്ചായത്താണ്. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ ബാലരാമപുരത്ത് കൊണ്ടുവന്ന് ബാലരാമപുരത്തിൻ്റെ സമഗ്ര വികസനമാണ് BJP ലക്ഷ്യം വയ്ക്കുന്നത്. ബാലരാമപുരത്ത് BJP 21 വാർഡുകളിലും നിർത്തിയിട്ടുള്ളത് വളരെ മികവുറ്റ സ്ഥാനാർത്ഥികളാണ്. ബാലരാമപുരം പഞ്ചായത്തിൽ BJP അധികാരത്തിൽ വരേണ്ടത് ബാലരാമപുരത്തിൻ്റെ വികസനത്തിന് അത്യാവശ്യമാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ബാലരാമപുരത്ത് നടപ്പിലാക്കി ബാലരാമപുരത്തിൻ്റെ സമഗ്രമായ വികസനമാണ് BJP ലക്ഷ്യം വെക്കുന്നത്. ഈ 2 മുന്നണികളും വികസനത്തിൻ്റെ കാര്യത്തിൽ പരാജയമാണ്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച അഴിമതിയും സ്വജനപക്ഷപാതവുമാണ് ബാലരാമപുരത്തിൻ്റെ വികസനത്തിന് പിന്നോട്ടടിച്ചത്. എപ്പോഴും രാഷ്ട്രീയ ചായ് വെച്ചുകൊണ്ട് ഈ കേരളവും ബാലരാമപുരം പഞ്ചായത്തും ഭരിക്കുന്നത് ഒരു പാർട്ടി ആയിരുന്നിട്ട് പോലും ഒരു വികസനവും പറയത്തക്ക ഒരു വികസനവും കൊണ്ടുവരുവാൻ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഈ പഞ്ചായത്ത് ഭരിച്ച ഭരണമുന്നണിക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് ഒരു ഏക്കർ ഭൂമി ബാലരാമപുരത്ത് ഇന്ന് പഞ്ചായത്തിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ ഭൂമി പോലും അളന്ന് തിട്ടപ്പെടുത്തി അവിടെ ഒരു വികസന പ്രവർത്തനം കൊണ്ടുവരുവാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിക്കുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തൊഴുത്തിൽ കുത്തും അഴിമതി നിറഞ്ഞ ഒരു ഭരണമായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം ബാലരാമപുരത്തുണ്ടായത്. ഈ ഭരണത്തെ തുടച്ചു മാറ്റേണ്ടത്, ബാലരാമപുരത്ത് വികസനം കൊണ്ടുവരേണ്ടത് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യമാണ്. അതുകൊണ്ട് ബാലരാമപുരത്തിൻ്റെ ഭരണം അടുത്ത് BJPക്ക് ലഭിച്ചാൽ BJP സമഗ്രമായ ഒരു വികസന പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ബാലരാമപുരം നടപ്പിലാക്കും. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് മാലിന്യമാണ്. ഇന്ന് ബാലരാമപുരം ജംഗ്ഷൻ ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളിലും മാലിന്യം കൂമ്പാരമായി മാറിയിരിക്കുകയാണ്. ഈ മാലിന്യം ഭക്ഷിക്കാൻ വരുന്ന പട്ടികളെ കൊണ്ട് ഇന്ന് കാൽനട യാത്രക്കാർക്കും അതേപോലെ തന്നെ 2 വീലർ യാത്രക്കാർക്കും സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി മാറിയിരിക്കുകയാണ്. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല മീറ്റിങ്ങുകൾ പഞ്ചായത്തിൽ വിളിച്ചുകൂട്ടിയെങ്കിലും ഈ മാലിന്യം സംസ്കരിക്കുന്നതിനോ അത് യഥാസമയം അത് എടുത്തു മാറ്റുന്നതിനോ ഒരു നടപടിയും സ്വീകരിക്കാത്ത പഞ്ചായത്ത് ഭരണമാണ് കഴിഞ്ഞ 5 വർഷക്കാലമായി ബാലരാമപുരം പഞ്ചായത്ത് ഭരിക്കുന്നത്. ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നടപടിയും സ്വീകരിക്കാത്ത ഒരു പഞ്ചായത്താണ് ബാലരാമപുരം പഞ്ചായത്ത്. അപേക്ഷകൾ ഓൺലൈൻ വഴി നൽകിയെങ്കിലും ഇവിടെ അവർ പറഞ്ഞതെന്ന് പറയുന്നത് ഇവിടെ ഫ്ലാറ്റ് സമുച്ചയം പണിതുകൊണ്ട് ഈ അപേക്ഷകർക്കെല്ലാം ഫ്ലാറ്റ് പണി നൽകുമെന്നാണ് ബാലരാമപുരം പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞത്. പക്ഷേ എന്നാൽ അതിനുവേണ്ടി ഒരു നടപടിയും സ്വീകരിക്കുവാൻ ഈ പഞ്ചായത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ബാലരാമപുരം അറിയപ്പെടുന്ന കൈത്തറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ബാലരാമപുരം കൈത്തറി ഇന്ന് ലോക പ്രശസ്തമാണ്. പക്ഷേ ഇന്ന് ബാലരാമപുരം കൈത്തറിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ആ കൈത്തറിയെ സംരക്ഷിക്കുന്നതിനോ അതുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്നവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതി നടപ്പിലാക്കുവാൻ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഈ പഞ്ചായത്ത് ഭരിച്ച ഒരു ഭരണാധികാരികൾക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ബാലരാമപുരം പഞ്ചായത്തിൽ 22 വാർഡാണുള്ളത്. പക്ഷേ 21 വാർഡിൽ BJP എന്നുള്ള ശക്തമായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്തി ശക്തമായിട്ടുള്ള പോരാട്ടത്തിനാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇതിൽ അടുത്ത് ഈ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJP ബാലരാമപുരത്ത് അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജനങ്ങളെല്ലാം BJPക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. ഈ 2 മുന്നണികളുടെ അഴിമതിയും സ്വജനപക്ഷപാതവും
അതേപോലെ തന്നെ ഈ CPM-നെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ അവരുടെ അഴിമതി കഥകൾ, അവരുടെ ലൈംഗിക കഥകൾ കേട്ട് ജനങ്ങൾ മടുത്തിരിക്കുകയാണ്.